ശേഖർ കുമാർ യാദവിനെ പുറത്താക്കണമോ എന്നാണ് ചോദ്യം. പുറത്താക്കണം എന്നതാണ് ആഗ്രഹം. പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ശേഖർ കുമാർ യാദവിനെ പുറത്താക്കാനുള്ള വേണ്ടത്ര ഭൂരിപക്ഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇപ്പോൾ ഈ പ്രമേയത്തെ അനുകൂലിക്കുന്ന അംഗങ്ങൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ആദ്യം ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ജഡ്ജി, അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ജഡ്ജി എങ്ങനെയാണ് പുറത്താക്കുക? നമ്മൾ സാധാരണ ഇംപീച്ച്മെൻ്റ് എന്ന് പറയും. സാങ്കേതികമായി ഇംപീച്ച്മെൻ്റ് എന്നൊരു പദപ്രയോഗം ജഡ്ജിമാരെ മാറ്റുന്നതിന് ഉപയോഗിക്കാറില്ല. അത് പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഇംപീച്ച്മെൻ്റ് എന്നൊരു പ്രോസസ്സ് പറയുക. എന്നാൽ ഇവിടെ നമ്മൾ പറയുക എന്താണ്? ജഡ്ജിമാരെ റിമൂവ് ചെയ്യുകയാണ്. ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പല ഘട്ടങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഡ്ജിമാരുടെ ചട്ടപ്രകാരം എന്താണ് അവർ പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോസസ്സ് ഇങ്ങനെയാണ്. നിലവിൽ രാജ്യസഭയിലാണ് നിങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് 50 പേരുടെ നോട്ടീസ് കൊടുക്കണം. ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ 100 പേരുടെ നോട്ടീസാണ് ആവശ്യം. ചുരുക്കത്തിൽ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നതിന് 100 പേരുടെ നോട്ടീസ് കിട്ടുമോ എന്നുള്ളതാണ് നേരത്തെ സുജയ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്. നോട്ടീസ് കൊടുക്കാൻ ഒരു പക്ഷേ 100 പേരെ കിട്ടിയേക്കും. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രാജ്യസഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ രാജ്യസഭയിൽ ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കണം. ആ എൻക്വയറി കമ്മിറ്റി വിശദമായിട്ടിത് പഠിക്കണം. പഠിച്ചതിനു ശേഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ 3/2 ഭൂരിപക്ഷത്തോടെ സ്പെഷ്യൽ മെജോറിറ്റിയോടു കൂടിയാണ് ജഡ്ജിയെ പുറത്താക്കാൻ കഴിയൂ. അതായത് ടോട്ടലായിട്ടുള്ള അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷവും ഹാജരാകുന്ന അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷവും രാജ്യസഭയിലും ആവശ്യമാണ്. രാജ്യസഭ ആ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് കൊടുത്ത് ലോക്സഭയുടെ അംഗീകാരം കൂടി വാങ്ങണം. ലോക്സഭയും ഇതേപോലെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കണം. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ 1990-കൾക്ക് ശേഷം ജഡ്ജിമാരെ ഈ പുറത്താക്കുന്ന ഈ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1993-ൽ അന്ന് ജസ്റ്റിസ് വി രാമസ്വാമിയാണെന്ന് തോന്നുന്നു. അന്ന് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭവനം ആഡംബര ഭവനമാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. പക്ഷേ അന്ന് 401 അംഗങ്ങൾ സഭയിൽ ഹാജരാകുമ്പോൾ 205 അംഗങ്ങളുള്ള കോൺഗ്രസ് ആ പ്രമേയത്തിൽ പങ്കെടുക്കാതെ പുറത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എൻക്വയറി കമ്മിറ്റി കണ്ടെത്തിയിട്ടും ആ പ്രമേയം പാസ്സാവാതെ പരാജയപ്പെടുന്നത് കോൺഗ്രസ് അന്ന് അബ്സ്റ്റെയിൻ ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ് രാമസ്വാമിയുടെ കാര്യത്തിൽ. പിന്നീട് പല ഘട്ടങ്ങളിലായി പല ജഡ്ജിമാരെയും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 2009-ൽ പി.ഡി. ദിനകർ എന്ന് പറയുന്ന കർണാടകയിലെ ഹൈക്കോടതി ജഡ്ജി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ ഇതേപോലൊരു എൻക്വയറി നേരിട്ടിരുന്നു. എൻക്വയറി കമ്മിറ്റി തുടങ്ങുന്നതിന് മുൻപ് രാജ്യസഭയിൽ നോട്ടീസ് കൊടുത്ത് എൻക്വയറി കമ്മിറ്റി അന്വേഷണം തുടങ്ങുന്നതിനിടയിൽ പി.ഡി. ദിനകരൻ രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായത്. 2011-ൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിവാദമായ കൽക്കട്ടയിലെ സുമിത്രാ സെൻ കേസ്, ആ സുമിത്രാ സെൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ ഇതേപോലെ നോട്ടീസ് കൊടുക്കുന്നു. എൻക്വയറി കമ്മിറ്റി അത് കണ്ടെത്തുന്നു. പക്ഷേ ആ പ്രോസസ്സിനിടയിൽ സുമിത്രാ സെൻ രാജിവെക്കുകയാണ് ചെയ്യുന്നത്. രാജ്യസഭ ആ പ്രമേയം പാസ്സാക്കിയിരുന്നു. എൻക്വയറി കമ്മിറ്റി കണ്ടെത്തി സുമിത്രാ സെന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം രാജ്യസഭ പാസ്സാക്കി ലോക്സഭയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സുമിത്രാ സെൻ സ്വയം രാജിവെച്ചൊഴിയുന്നത്. മറ്റൊന്ന് 2015-ൽ JB പർഡിവാല എന്ന ഗുജറാത്തിലെ ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തെ റിസർവേഷനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു റിമാക്സിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു നോട്ടീസ് കൊടുക്കുന്നത്. പക്ഷേ നോട്ടീസ് കൊടുത്ത് എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് JD പർഡിവാല ചെയ്തത്, അദ്ദേഹം ആ വിധിന്യായത്തിലെ വിവാദമായ പരാമർശം സ്വയം എക്സ്പ്ലെയിൻ ചെയ്ത് നീക്കി. അത് രേഖാമൂലം നീക്കി, കോടതിയിൽ നിന്ന് ആ വിധിന്യായത്തിൽ നിന്ന് നീക്കി രക്ഷപ്പെടുകയാണ് JD പർഡിവാല ചെയ്തത്. 2015-ൽ SK ഗാൻജിലി എന്ന മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി 58 MP-മാർ അദ്ദേഹത്തിനെതിരെ രാജ്യസഭയിൽ തന്നെ പ്രമേയം അവതരിപ്പിച്ചു. സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിരുന്നു അന്ന് നേരിട്ട കുറ്റം. പക്ഷേ എൻക്വയറി കമ്മിറ്റി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതോടുകൂടി അവിടെ ആ പ്രമേയം അവസാനിച്ചു. മറ്റൊന്ന് ഏറ്റവും അടുത്ത് നടന്നത് 2018-ലാണ്. പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതുപോലെ അന്ന് വെങ്കയ്യ നായിഡു രാജ്യസഭാ ചെയർമാനായിരിക്കുന്ന സമയത്ത്, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ദീപക് മിശ്ര എന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ അന്ന് 64 MP-മാരാണ് രാജ്യസഭയിലെത്തിയത്. പക്ഷേ ആ പ്രമേയത്തിൽ ഇത് അദ്ദേഹം കുറ്റം ചെയ്തതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റി പോലും രൂപീകരിക്കാതെ വെങ്കയ്യ നായിഡു തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്രയുമാണ് അടുത്ത കാലത്ത് നടന്ന ജഡ്ജിമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ. ഈ വിവിധ കേസുകളിൽ ഒന്നിടത്തും ഈ പ്രോസസ്സ് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം ജഡ്ജിമാർ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒന്നുകിൽ അത് ഭരണപക്ഷത്തെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തെ, ഏതെങ്കിലും ഒരു സമുദായത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ പരാമർശങ്ങളായിരിക്കും നടത്തുക. പക്ഷേ ഇവിടെ നടത്തിയിരിക്കുന്നത് അത്യന്തം ഗുരുതരമായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന് നിസ്സംശയം പറയാം. 34 മിനിറ്റ് നീണ്ട ശേഖർ
കുമാർ യാദവിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഭരണഘടനയുടെ മതേതരത്വത്തിൻ്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു എന്നാണ് എൻ്റെ ടേക്ക്. എന്നാൽ അതിലെന്താ സംഭവിക്കാൻ പോകുന്നത്? രാജ്യസഭയിൽ ഒരു എൻക്വയറി കമ്മിറ്റി ഒരുപക്ഷെ വന്നേക്കാം. എൻക്വയറി കമ്മിറ്റി ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയേക്കാം. പക്ഷേ രാജ്യസഭയിൽ ആ പ്രമേയം പാസ്സാക്കാൻ കഴിയാത്ത വിധം ദുർബലമാണ് അവിടുത്തെ പ്രതിപക്ഷ സാന്നിധ്യം. 85 അംഗങ്ങൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. മറുഭാഗത്താണെങ്കിൽ 120ഓളം അംഗങ്ങൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രമേയത്തെ വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ നോക്കൂ. എന്തായിരിക്കാം ശേഖർ കുമാർ യാദവിനെ ഇത്തരത്തിലൊരു വംശീയമായ പരാമർശം, ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തുന്നത്? കാട്മുല്ലാസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സമുദായത്തിലെ ആചാര്യന്മാരെ അല്ലെങ്കിൽ സമുദായത്തിലെ മനുഷ്യരെ അദ്ദേഹം പരിഹാസ രൂപേണ പുറത്തു വിളിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അപഹസിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ വളരെ സംയമനശീലമുള്ളവരും അഹിംസയുടെ വക്താക്കളുമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് കന്നുകാലികളെ കൊള്ളുന്നത് നേരിട്ട് കാണുന്ന മക്കൾക്ക് എങ്ങനെയാണ് അഹിംസാക്കളായിരിക്കാൻ കഴിയുക, ക്ഷമാശീലരായിരിക്കാൻ കഴിയുക, കാരുണ്യത്തോടു കൂടി ഇരിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നു. ഞങ്ങളെന്നും നിങ്ങളെന്നും അവരെ അഭിസംബോധന ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ലംഘനമാണ്, ആർട്ടിക്കിൾ 14 ലംഘനമാണ്. അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് എവിടെയാണ്? ഹൈക്കോടതിയിൽ തന്നെയുള്ള ലിബർട്ടി ഹാളിൽ VHP നടത്തിയ ഈ യൂണിഫോം സിവിൽ കോഡ് അനിവാര്യമാണോ, ഭരണഘടനാപരമായ അനിവാര്യതയോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് ഓർമ്മിക്കണം. അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു കാട്മുല്ല വന്നു നിന്നാൽ അദ്ദേഹത്തിൻ്റെ വിധിന്യായം എന്തായിരിക്കും? ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ നിർഭയമായി, നീതിപൂർവമായി, നിഷ്പക്ഷമായി നീതിയുടെ വാഴ്ച ഉറപ്പാക്കണമെങ്കിൽ, നിയമത്തിൻ്റെ വാഴ്ച ഉറപ്പാക്കണമെങ്കിൽ അതിന് കഴിയാത്തയാളാണ് താൻ എന്നുള്ളത് ശേഖർ കുമാർ യാദവ് തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ആ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഭരണഘടന എന്താണെന്നറിയില്ല, ഭരണഘടനയിലുള്ള ജനാധിപത്യ ആശയം എന്താണെന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ജാതീയമോ മതപരമോ സാമുദായികമോ ആയ ഭൂരിപക്ഷമല്ല. അതാണ് അംബേദ്കർ പറഞ്ഞത്. നമ്മുടെ റിപ്പബ്ലിക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ മത മെജോറിറ്റിയായി അഥവാ ഒരു റിലീജിയസ് മെജോറിറ്റിയായി മതഭൂരിപക്ഷമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അന്ന് നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടും. ഇത് ഈ ശേഖർ കുമാർ യാദവിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയമായ മെജോറിറ്റി ഭൂരിപക്ഷത്തെ ഒരു വംശീയമായ ഭൂരിപക്ഷമായി അദ്ദേഹം സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും രാമന്മാരാകുന്ന ഒരു രാജ്യമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. കൗതുകകരമായൊരു തുടക്കമാണ്. ഗായ്, ഗീത, ഗംഗ, ഇത് മൂന്നുമാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് തീർച്ചയായും അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നതാവട്ടെ BJPയുടെ മുദ്രാവാക്യത്തിലാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ എന്ന മുദ്രാവാക്യത്തിലാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം സിറ്റിംഗ് ജഡ്ജിയാണ്, BJPയുടെ ദേശീയ സെക്രട്ടറി അല്ല. അത് മറന്നുപോയി എന്നതാണ് ശേഖർ കുമാർ യാദവ് ചെയ്ത തെറ്റ്. അപ്പോൾ ഒരു സിറ്റിംഗ് ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹം ഭരണഘടനയുടെ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരായി പ്രവർത്തിച്ചു. അവിടെ അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസംഗം നടത്തി. അതുമാത്രവുമല്ല, ന്യൂനപക്ഷത്തെ അവഹേളിക്കുകയും അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഇനി യൂണിഫോം സിവിൽ കോഡ് എങ്ങനെയാണോ റാംലല്ലയെ നിങ്ങളൊരു അമ്പലത്തിനുള്ളിലാക്കിയത്, അതേപോലെ യൂണിഫോം സിവിൽ കോഡും ഇവിടെ യാഥാർത്ഥ്യമാകുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ വംശീയമായി വേർതിരിച്ച് വളരെ മോശം പരാമർശങ്ങൾ നടത്തി ഒരു സമുദായത്തെ ആക്ഷേപിക്കുകയും രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് നിയമസഭയിലൂടെ വന്ന് പാർലമെൻറ്റിലൂടെ വന്ന് നിയമമാകേണ്ട യൂണിഫോം സിവിൽ കോഡിന് നിയമം എത്തുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പദവിയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ശേഖർ കുമാർ യാദവിൽ നിന്ന് ഇതിനുമപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 2021 ഒരു കേസ് ഈ ശേഖർ കുമാർ യാദവിൻ്റെ കോർട്ടിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം പരിഗണിച്ചത് സംഭാലിൽ നിന്നുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൗസ്ലോട്ടറുമായി ബന്ധപ്പെട്ട് ഒരു FIR-ൽ പ്രതിസ്ഥാനത്ത് നിന്ന ഒരു വിഷയമാണ്. ഇതിൽ അദ്ദേഹത്തിന് ബെയിൽ നിഷേധിച്ചു. ഗോവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെയിൽ നിഷേധിച്ചുകൊണ്ട് പുറത്തിറക്കിയ വിധിയിലാണ് അദ്ദേഹം വിവാദമായ 2 പ്രസ്താവനകൾ നടത്തിയിരുന്നത്. ഒന്ന്, പശുവിനെ ദേശീയ മൃഗമാക്കണം. 2, പശു ശ്വസിക്കുന്നതും ഓക്സിജൻ, പശു പുറത്തുവിടുന്നതും ഓക്സിജൻ. പശു ശ്വസിക്കുന്നതും ഓക്സിജൻ, പശു പുറത്തുവിടുന്നതും ഓക്സിജൻ. പറഞ്ഞത് ആലോചിക്കണം. ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം. ചില 2ാം കിട, 3ാം കിട, 4ാം കിട എന്ന് നമുക്ക് പറയാവുന്നതുപോലെ വളരെ മോശം ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന
കാര്യങ്ങളാണ് ഒരു വിധിന്യായത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ പശു ശ്വസിക്കുന്നത് ഓക്സിജനാണോ കാർബൺ ഡൈ ഓക്സൈഡാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ പൂർണ്ണമായും അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുക, അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അവിടുത്തെ മുല്ലമാരെ കാട്ട്മുല്ല എന്ന് വിളിച്ച് 4-5 കെട്ടി നടക്കുന്നവരല്ലേ എന്ന രീതിയിൽ അപമാനിക്കുക എന്നുള്ളത് ഒരു സിറ്റിംഗ് ജഡ്ജിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. അത് തീർച്ചയായും നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നതുമാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കാം. ഇത് അദ്ദേഹം പറഞ്ഞത് വെറുതെയല്ല. അദ്ദേഹം 2026 റിട്ടയർ ചെയ്യാൻ പോകുന്നൊരു ജഡ്ജിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ബെനിഫിറ്റുകളിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ്. 2021 ശേഷം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റുകൾ എടുത്തു നോക്കിയാൽ 21-25% വരും. 21% വരും. വിവിധ കോടതികളിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു പോകുന്ന ജഡ്ജിമാരെ നിയമിക്കുന്നത്. രഞ്ജൻ ഗൊഗോയ് നമുക്കറിയാവുന്നതല്ലേ, അയോധ്യയുടെ വിധി പറഞ്ഞ ജഡ്ജിയല്ലേ. രഞ്ജൻ ഗൊഗോയ് എവിടെയാണ് കൊണ്ടുപോയത്? രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പറാക്കിയില്ലേ. എവിടെയാണ് അബ്ദുൽ നസീർ ഉള്ളത്? അബ്ദുൽ നസീർ ഡിമോണിറ്റൈസേഷനിൽ വിധി പറഞ്ഞ ജഡ്ജിയല്ലേ. അബ്ദുൽ നസീർ റിട്ടയർമെൻറ്റിന് 1 മാസത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിലെ ഗവർണറാക്കി നിയമിച്ചില്ലേ. അരുൺ മിശ്രയെ എന്താ ചെയ്തത്? അരുൺ മിശ്ര ലോയ കേസിൽ നിന്ന് പിന്മാറിയില്ലേ. ആ അരുൺ മിശ്രയെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അംഗമാക്കിയില്ലേ. അങ്ങനെ എത്രയെത്ര. അശോക് ഭൂഷൺ ഇതേ വിധിന്യായം പറഞ്ഞ അയോധ്യയുടെ ബെഞ്ചിലുണ്ടായിരുന്നയാളല്ലേ. അദ്ദേഹത്തെ അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോയില്ലേ. അങ്ങനെ ഒരുപാട് അതൊരു കൂൾ പീരീഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്, കൂളിംഗ് പീരീഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. DY ചന്ദ്രചൂഡ് അത് സ്വീകരിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾക്ക് വേണ്ടി സ്വന്തം ഭരണഘടനയെ മനസ്സിലാക്കാതെ, അഥവാ മനസ്സിലാക്കിയെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഒറ്റുകൊടുക്കുന്ന ഈ ജഡ്ജിമാരെ കൊണ്ട് നീതിപീഠത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നോക്കൂ, റാമും റഹീമും നിങ്ങളുടെ നീതിപീഠത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ജഡ്ജിയെ സംബന്ധിച്ച് റാം ഇന്ത്യക്കാരനും റഹീം എന്നുള്ളത് ഒരു അപരനുമായി തീരുന്ന അവസ്ഥയുണ്ടാവുകയും നീതി സ്വാഭാവികമായും റാമിൻ്റെ ഭാഗത്തേക്കാണ് എന്ന് ധരിക്കുകയും ചെയ്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജഡ്ജി പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് അഹിംസയുണ്ടാവാൻ കഴിയില്ല. അപ്പോൾ റാമും റഹീമും വിധിന്യായത്തിൽ ജഡ്ജിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഇതിനകം തന്നെ ധരിച്ചിരിക്കുന്ന ആശയധാരയിൽ അദ്ദേഹം വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ അനീതി സംഭവിച്ചിരിക്കുന്നു. അഥവാ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ ജഡ്ജിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടി പോയി നിൽക്കുന്ന നിമിഷം ആ അനീതി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത്യന്തം ഭീകരമാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഒന്നടങ്കം ശേഖർ കുമാർ യാദവിൻ്റെ ഈ പ്രസ്താവനയെ അപലപിക്കുന്നത്. 1 ഇഞ്ച് പോലും നമുക്ക് ശേഖർ കുമാർ യാദവ് എന്ന ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തോട്ട് വിടുന്ന ജഡ്ജിയെ നമുക്ക് ന്യായീകരിക്കാനില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തീർച്ചയായിട്ടും പുറത്താക്കണം. പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതേറെ ബുദ്ധിമുട്ടാണ്. അത് രാജ്യസഭയിൽ ആ പ്രമേയം പാസ്സാകാനുള്ള സാധ്യതയില്ല. ഒരു എൻക്വയറി കമ്മിറ്റി വന്നാൽ പോലും ജഗദീപ് ധൻഖറിൻ്റെ അടുത്താണ് അത് ഇരിക്കുന്നത്. ജഗദീപ് ധൻഖർ ആണെങ്കിൽ വീണ്ടും പുറത്താവാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹമാണ് ഇനി ആ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. അത് ഭരണഘടനയുടെ മതേതരത്വത്തിന്, ജനാധിപത്യത്തിന്, റിപ്പബ്ലിക് എന്ന ആശയത്തിന്, തുല്യത എന്ന ആശയത്തിന് ഒക്കെ തന്നെ കടക്കൽ കത്തിവയ്ക്കുന്ന ഒന്നാണ്. അടിസ്ഥാന ബേസിക് സ്ട്രക്ചറിനെ തന്നെയാണ് ശേഖർ കുമാർ യാദവ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തെ പുറത്താക്കും. ഇവിടെ നേരത്തെ പറഞ്ഞത് Meet the editor.